നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ബേബി ബൂമേഴ്സ് മുതൽ ജെൻ ബീറ്റ വരെ അറിയാം തലമുറ മാറ്റം. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമാണ് ജെൻസി. ഒരു നിശ്ചിത പ്രായപരിധിയിലുള്ള ആളുകളെ സൂചിപ്പിക്കുന്ന വാക്കായാണ് ന്യൂ ജനറേഷൻ ഇതിനെ കാണുന്നത്. എന്നാൽ ശരിക്കും ജെൻസി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്നാണ്. ഇവിടെ സി എന്ന അക്ഷരം കണക്റ്റഡ്, കണ്ടന്റ്, കമ്മ്യൂണിറ്റി, ക്രിയേഷൻ എന്നിവയെ ആഗ്രഹിക്കുന്നവരും ജോലിയും വ്യക്തിജീവിതവും ഒരേപോലെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരുമായാണ് ഇവരെ കണക്കാക്കുന്നത്. മില്ലേനിയൽസ് അഥവാ ജനറേഷൻ വൈ 1981 മുതൽ 96 കാലഘട്ടത്തിൽ ജനിച്ചവരെ മില്ലേനിയൽസ് അഥവാ ജെൻ വൈ എന്നാണ് വിളിക്കുന്നത്. ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, വിപ്ലവം എന്നിവയ്ക്ക് ഒപ്പം വളർന്ന തലമുറയാണ് ഇത്. പുതിയ മാറ്റങ്ങളെ വേഗത്തിൽ ഉൾക്കൊള്ളുന്നവരും സാങ്കേതിക വിദ്യ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവരുമാണ് ഇവർ. ജനറേഷൻ സി അഥവാ ജെൻസി. ജെൻസി എന്താണെന്ന് നോക്കിയാലോ. 1997 മുതൽ 2012 വരെ ജനിച്ചവരെ ജെൻസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിച്ച കാലം തൊട്ടേ കൈകളിൽ സ്മാർട്ട് ഫോണും അതിവേഗ ഇന്റർനെറ്റും കണ്ടുവളർന്ന ഡിജിറ്റൽ നേറ്റീവ്സ് ആണിവർ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഇവർ പരിസ്ഥിതി സാമൂഹിക പ്രശ്നങ്ങളിൽ കൂടുതൽ ബോധവാന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ജനറേഷൻ ആൽഫ. 2013 മുതൽ 2025 ആദ്യ പാതി വരെ ജനിച്ചവരെയാണ് ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. പൂർണ്ണമായും 21ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ തലമുറയാണിത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓൺലൈൻ പഠനം, സ്മാർട്ട് ഉപകരണങ്ങൾ എന്നിവയിലൂടെയാണ് ഇവരുടെ വളർച്ച. ജനറേഷൻ ബീറ്റ. ഏറ്റവും പുതിയ ജനറേഷനാണ് ജനറേഷൻ ബീറ്റ. 2025 രണ്ടാം പകുതി മുതൽ 2039 വരെ ജനിക്കുന്നവരെ ഈ ഗണത്തിൽപ്പെടുത്താം. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ജനിക്കാൻ പോകുന്നതുമായ ഏറ്റവും പുതിയ തലമുറയായ ഇവർ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ഒരു ലോകത്തായിരിക്കും ജീവിക്കുക.